ഏക സിവിൽ കോഡ് വന്നാൽ പെടും. അല്ല പെട്ടു. ഏക സിവിൽ കോഡ് മതാചാരങ്ങളെ ബാധിക്കുകയില്ല എന്നാണ് ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോന്റെ കമന്റ്സിൽ പലരും വന്ന് പറഞ്ഞത്. എന്നാലേ എങ്ങനെയാണത് നമുക്ക് മനസ്സിലാവുന്നില്ല. മതാചാരങ്ങളെ ബാധിക്കാതെ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു നിയമം കൊണ്ടുവരിക എന്നതാണ് ഏക സിവിൽ കോഡിന്റെ ലക്ഷ്യം. അതാണ് ഏക സിവിൽ കോഡിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നാര സുഹൃത്തുക്കളെ ഒന്ന് പറഞ്ഞതാ. മതാചാരങ്ങളെ ഒന്നും ബാധിക്കൂല. ആചാരത്തിന്റെ പേര് ഇനി 10 കെട്ടാനൊന്നും പറ്റില്ല. അതുപോലെ പിള്ളേരെത്ര ഉണ്ടോ എല്ലാവർക്കും തുല്യമായി സ്വത്ത് വീതിച്ചും കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പെടും, അല്ല പെട്ടു. ആരാ പെട്ടത്? ദാ